ഹലോ എവ്രി വൺ, ഇറ്റ്സ് മീ കമറുദ്ദീൻ. ഞാനിന്നിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എങ്ങനെ നമ്മുടെ ഇഷ്യൂ ചെയ്ത റീ എൻട്രി അല്ലെങ്കിൽ ഫൈനൽ എക്സിറ്റ് വിസ അതിൻ്റെ പേപ്പർ എങ്ങനെ ഇപ്പോഴത്തെ രീതിയിൽ, ഇപ്പോൾ 2014 ശേഷമുള്ള രീതിയിൽ എങ്ങനെ നമുക്ക് ലഭിക്കും, അല്ലെങ്കിൽ എങ്ങനെ ഇൻ്റർനെറ്റിൽ നമുക്ക് ലഭ്യമാക്കാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനെ എന്നെ ഫോളോ ചെയ്യുക. ആദ്യമായി നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം വിസ വാലിഡിറ്റി സർവീസ് എന്തെങ്കിലും ഫസ്റ്റ് കാണുന്ന eservice.com.sa എന്ന് കാണുന്ന ഈ കാണുന്ന ലിങ്ക് വെബ് പേജ് തന്നെ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ ചോദിച്ചിട്ടുള്ള ഈ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുക. ഇപ്പോൾ പാസ്പോർട്ട് നമ്പറാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ കൺട്രി സെലക്ട് ചെയ്യേണ്ടതായി വരും. അപ്പോൾ അതിന് എളുപ്പവഴി എന്താണെന്ന് വെച്ചാൽ ഇക്കാമ നമ്പർ ചൂസ് ചെയ്ത് ഇക്കാമ നമ്പർ ആഡ് ചെയ്യുക. ഇനി അടുത്ത ഒരു ഡ്രോപ്പ് ഡൗൺ മെനുവിൽ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുക. പാസ്പോർട്ട് നമ്പർ അല്ലെങ്കിൽ വിസ നമ്പർ നിങ്ങൾക്ക് അറിയുമെങ്കിൽ വിസ നമ്പർ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത്. വളരെ ഈസി ആയിട്ടുള്ളത് ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ നെയിം. ഇതെല്ലാം ഇക്കാമയിൽ കൊടുത്ത അതേ രൂപത്തിലായിരിക്കണം. ഇക്കാമയുടെ എക്സ്പയറി ഡേറ്റോ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യുക. ഡേറ്റ് ഓഫ് ബർത്ത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഇവിടെ കലണ്ടർ ഉണ്ടാവും, കലണ്ടറിൽ നിന്നും സെലക്ട് ചെയ്യാവുന്ന, ഈ കലണ്ടർ വഴി നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നമ്മൾ ഇവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വിസയുമായിട്ടുള്ള ബന്ധപ്പെട്ട രേഖകൾ, ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ലഭ്യമാകും. ഇതിപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ റീ എൻട്രി കാലാവധി കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 വർഷം കഴിഞ്ഞു. പക്ഷേ എന്നിരുന്നാലും വിസ ഇതിൽ വേണം. പക്ഷേ ഇതാണ് ഇതിൻ്റെ മാനദണ്ഡം. വിസ ഈസ് എക്സ്പയർഡ് ആണ്. ഇവിടെ വിസ ഈസ് വാലിഡ് ആണെങ്കിൽ ആ വിസ അതിൻ്റെ മറ്റുള്ള ഡീറ്റെയിൽസുകളും ഇവിടെ ലഭ്യമാകും. ഇനി ഇവിടെ നിന്ന് നമുക്ക് കൺട്രോൾ പ്രിൻ്റ് കൊടുത്ത് ഈ പേജ് പ്രിൻ്റ് എടുത്താൽ മതിയാകും. ഈ പേജും പ്രിൻ്റ് എടുത്താൽ മതിയാകും. ഇനി അടുത്തതായിട്ട് ഒരു വഴി എന്താണെന്ന് ചോദിച്ചാൽ, വേറൊരു രൂപം എന്താണെന്ന് ചോദിച്ചാൽ, ഗൂഗിൾ ഓപ്പൺ ചെയ്ത് അബ്ഷിറിൻ്റെ അല്ലെങ്കിൽ ജവാസാത്തിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അങ്ങനെ ഓപ്പൺ ചെയ്ത് വരുന്ന ഓപ്ഷനിൽ നമ്മളിവിടെ പാസ്പോർട്ട് എന്ന സെക്ഷനിൽ ഇവിടെ ഉണ്ടാവും പബ്ലിക് ക്വയറി ഓഫ് റീ എൻട്രി ആൻഡ് വിസ സ്റ്റാറ്റസ്, എക്സിറ്റ് റീ എൻട്രി വിസ സ്റ്റാറ്റസ് എന്നുള്ള ഈ ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇവിടെ നൽകിയാലും മതി ഡീറ്റെയിൽസ്. ഇക്കാമ നമ്പർ ഡീറ്റെയിൽസ് നൽകുക. ഇവിടെ സ്പോൺസറുടെ ID നിർബന്ധമാണ്. ഈ രീതിയിൽ നമുക്ക് എടുക്കുകയാണെങ്കിൽ സ്പോൺസറുടെ ബത്താക്കയുടെ നമ്പറോ അല്ലെങ്കിൽ അവരുടെ ഐഡൻറ്റിറ്റി നമ്പർ നിർബന്ധമാണ്. ഇങ്ങനെ ആ നമ്പർ ഉണ്ടെങ്കിൽ അതും നിങ്ങൾ ആഡ് ചെയ്യുക. അതിനുശേഷം ഈ നമ്പർ ആഡ് ചെയ്ത് കപ്പാച്ച ആഡ് ചെയ്ത് പാസ്പോർട്ട് നമ്പർ ഈ ഫോളോയിങ് ഏതെങ്കിലും ഒരു ഫീൽഡ്, ഇതിലേറ്റവും നല്ലത് പാസ്പോർട്ട് നമ്പർ ആയിരിക്കും. ഏതെങ്കിലും ഒരു ഫീൽഡ് പൂരിപ്പിക്കുക. ഇപ്പോൾ ഈ വിസ നമ്പർ നമുക്ക് അറിയില്ല, ഇത് അധികം അറിയാൻ സാധ്യതയില്ല. ഇതറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ പാസ്പോർട്ട് നമ്പർ ഇവിടെ ആഡ് ചെയ്ത് വ്യൂവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കുന്നതാണ്. അതും പ്രിൻറ്റും മതിയാകും. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മുടെ കമ്പനിയുടെ അല്ലെങ്കിൽ നമ്മുടെ മൊസസയുടെയൊക്കെ സ്റ്റാറ്റസ് അറിയാൻ വേണ്ടി, സ്റ്റാറ്റസോ അല്ലെങ്കിൽ നമ്മുടെ ഹുറൂബാണോ അല്ലയോ എന്നൊക്കെ നോക്കാൻ വേണ്ടി ഹൗസ് ഡ്രൈവർ പ്രൊഫഷൻ അല്ലാത്ത മറ്റേത് വിഷയക്കും വേണ്ടി നമ്മൾ മിനിസ്ട്രി ഓഫ് ലേബറിൻ്റെ സൈറ്റിൽ കയറുക. gov.sa ഈ സൈറ്റിൽ നിന്ന് നമുക്ക് നമ്മൾ ഉറൂബാണോ അല്ലേ എന്നൊക്കെ അറിയാൻ കഴിയും. ഇവിടെ ഈ സൈറ്റിന് അറബി വേർഷൻ ഇല്ല, ഇംഗ്ലീഷ് വേർഷൻ ഇല്ല.
വെറും അറബിക് മാത്രമേ ഉള്ളൂ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇതിൽ നമ്മുടെ സ്ഥലം അൽ മുഅല്ലഫ് വഫദ് എന്ന ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മുടെ ഇഖാമ നമ്പർ ആഡ് ചെയ്യുക. പിന്നീട് ഈ നമ്പർ കപ്പാച്ചിയും ആഡ് ചെയ്തതിന് ശേഷം സെർച്ച് ബഹസ് നമ്മുടെ അഖ്ലർ മുസ്ലിം ഇപ്പോൾ നമ്മുടെ കമ്പനിയുടെ സ്റ്റാറ്റസ് അറിയാൻ കഴിയും. അതോടൊപ്പം തന്നെ ഹാലത്ത് അമൽ ആമിൽ നമ്മുടെ സിറ്റുവേഷൻ അലാ റഅ്സിൽ അമൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കറൻ്റ്ലി വർക്കിംഗ് ഹിയർ, കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മുത്തഗയ്യിബ് അനിൽ അമൽ, ദാറ്റ് മീൻസ് ആബ്സെൻ്റ് ആണെങ്കിൽ നമ്മൾ ഉറൂബിലാണ്, നമ്മുടെ സ്റ്റാറ്റസ് ഉറൂബായിരിക്കും. ഇത് നമുക്കിങ്ങനെ ട്രാൻസ്ലേറ്റ് ടു ഇംഗ്ലീഷ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ട്രാൻസ്ലേഷൻ കിട്ടുന്നതാണ്. ഗൂഗിൾ ക്രോം യൂസ് ചെയ്ത് കഴിഞ്ഞാലാണ് ഇത്ര ഈസി ആയിട്ട് ട്രാൻസ്ലേഷൻ ലഭിക്കുക. ഇത്രയുമേ പറയാനുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.